അശ്ലീല സംഭാഷണങ്ങൾ മുതൽ ഗർഭചിത്രം വരെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ലൈംഗിക വൈകൃതങ്ങളുടെ നേർസാക്ഷ്യമായി പല തെളിവുകളും ഓഡിയോ സംഭാഷണങ്ങളും പുറത്തുവന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചിട്ടും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും MLA സ്ഥാനത്ത് നിന്നുള്ള അയാളുടെ രാജിക്കായി ഇപ്പോഴും മുറവിളി ഉയരുന്നു. എന്നാൽ ഒരു പെൺകുട്ടിയും പരാതി നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടി പ്രതിരോധം തീർക്കുമ്പോഴാണ് രാഹുലിനെ പൂട്ടാൻ ക്രൈംബ്രാഞ്ചിന്റെ നീക്കങ്ങൾ. റിനി ആൻ ജോർജിന്റെയും അവന്തികയുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ നടപടികൾ എന്തിനുള്ള തുടക്കമാണ്? ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതി പരാതി നൽകാൻ തയ്യാറാകുമോ? ആരെങ്കിലും പരാതി നൽകിയാൽ രാഹുൽ രാജിവെക്കുമോ? ഇതോടൊപ്പം മലപ്പുറത്ത് BJP വനിതാ നേതാവിനെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ച യൂട്യൂബറുടെ തനി സ്വഭാവവും പുറം ലോകം അറിയണം. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ച യുവതി ആരാണ്? ആ യുവതിയെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ക്രൈംബ്രാഞ്ച്. പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ, അശ്ലീല സന്ദേശമയക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് എത്രത്തോളം നിലനിൽക്കും? രാഹുലിനെതിരെ കുരുക്കുമുറുക്കാൻ ഉറച്ചാണ് ക്രൈംബ്രാഞ്ച് നടപടികൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാനുള്ള ശ്രമം തുടങ്ങി. രാഹുലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻ ജോർജ്, ട്രാൻസ് വുമൺ അവന്തിക എന്നിവരുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക. സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കുമെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. രാഹുലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻ ജോർജ്, ട്രാൻസ് വുമൺ അവന്തിക എന്നിവരുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക. അവന്തികയിൽ നിന്ന് രേഖാമൂലം പരാതി ലഭ്യമാക്കാനും ശ്രമമുണ്ടാകും. ഗർഭചിത്രം സംബന്ധിച്ച സംഭാഷണത്തിൽ ഉൾപ്പെട്ട യുവതിയുടെ മൊഴിയും എടുക്കും. ഇവർക്ക് പരാതി നൽകാൻ താൽപ്പര്യമുണ്ടോ എന്നതുൾപ്പെടെ ചോദിച്ചറിയും. സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികതയും പരിശോധിക്കും. വിശദമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ, അശ്ലീല സന്ദേശമയക്കൽ എന്നിവയ്ക്കാണ് നിലവിൽ DGPയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചില പരാതികൾ ലഭിച്ചിട്ടുള്ളതായാണ് സൂചന. ഇവയും അന്വേഷണ പരിധിയിൽ വരും. രാഹുലിനെതിരെ നിയമപരമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. അന്വേഷണ സംഘത്തെ ഉടൻ രൂപീകരിക്കും. ക്രൈംബ്രാഞ്ച് റേഞ്ച് DYSP C ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സൈബർ വിദഗ്ധരുമുണ്ടാകും. ആരോപണമുന്നയിച്ച യുവതികളുടെ പരാതികൾ നേരിട്ട് കിട്ടാത്തതിനാൽ കേസെടുക്കാനാവില്ല എന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിലപാട്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതുൾപ്പെടെയുള്ള ശബ്ദരേഖ പുറത്തുവന്നതാണ് കേസിന് ക്രൈംബ്രാഞ്ച് ആധാരമാക്കുന്നത്. ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നു. തുടർന്ന് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വഭാവ ദൂഷ്യം കാരണം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ചില മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പുറമെ മാന്യന്മാരെന്ന് നടിക്കുന്ന ഇത്തരം ആളുകളെ അടുത്തറിയുമ്പോഴാണ് അവരെക്കുറിച്ച് മനസ്സിലാകുന്നത്. എന്നാൽ അങ്ങനെ സ്വഭാവ വൈകൃതമുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞാലും സൗഹൃദവുമായി മുന്നോട്ട് പോകുന്നവരെ കാണാം. മലപ്പുറത്ത് ഒരു യൂട്യൂബറുമായുള്ള ബന്ധം BJP പ്രാദേശിക വനിതാ നേതാവിന് വിനയായി തീർന്ന സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സൗഹൃദം നടിച്ച് വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ പരാതി. കേസിൽ യൂട്യൂബർ മലപ്പുറം കൂരാട് സ്വദേശി സുബൈറുദ്ദീൻ എന്ന സുബൈർ ബാബുവിനെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻപ് BJP പ്രവർത്തകനായിരുന്ന സുബൈറിനെ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് 2 വർഷം മുൻപ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു.
യൂട്യൂബർ മലപ്പുറം കൂരാട് സ്വദേശി സുബൈറുദ്ദീൻ എന്ന സുബൈർ ബാപ്പുവിനെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 10 വൈകിട്ട് വീട്ടിലെത്തി മാനഭംഗപ്പെടുത്തിയെന്നാണ് BJP വനിതാ നേതാവിന്റെ പരാതി. താൻ വീടിന്റെ അടുക്കളയിലായിരിക്കെ വീട്ടിലേക്ക് കടന്നുവന്ന സുബൈർ ബാപ്പു ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. പരാതിക്കാരിയും മകളും മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. തുടർന്നും നിരന്തരം ഫോണിലൂടെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞ് ശല്യം ചെയ്തതായും പരാതിയിലുണ്ട്. എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ്. അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുത്തത്, ചെറിയ മോള്. അപ്പൊ വാതിൽ തുറന്നിട്ട് നേരെ കിച്ചണിൽ വരുന്നേ ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചിങ്ങാട്ട് കൈ കഴുകിയായിരുന്നു. അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്കിതിൽ തുറന്ന് പറയാൻ പറ്റില്ല. 2-3 മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തികേടുകൾ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു. അപ്പൊ ഇതിനെതിരെ ഞാൻ 27/10/2025 പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇയാൾ ഒരിക്കലും ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം. കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കുന്നവരുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കേണ്ട ഒരാളാണ്. ഭർത്താവില്ലവരും ഇല്ലാത്തവരും ഗൾഫില്ലവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇയാളൊരു ശല്യമായി മാറിയിട്ടാണ്. ഇത് പിന്നെ ആരും എന്താന്ന് വെച്ചാൽ ഇത് പുറത്ത് പറയാൻ വരുന്നില്ല എന്നുള്ളൂ. ഞാനിപ്പോ ഇത് ഒരാഴ്ച വൈകിട്ടാണെങ്കിൽ ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ എനിക്ക് പറയാനുള്ളതാണ്, ഇയാളെ വെറുതെ വിടരുത്. സംഭവത്തിൽ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് സുബൈറുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ അതിക്രമിച്ചു കയറി മാനഭംഗപ്പെടുത്തി ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇയാൾ മുമ്പ് BJP പ്രവർത്തകനായിരുന്നുവെന്നും അങ്ങനെയാണ് പരിചയപ്പെടുന്നത് എന്നും യുവതി പറയുന്നു. സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് സുബൈറുദ്ദീനെ 2 വർഷം മുമ്പ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. സിനിമ മാഫിയ ബന്ധങ്ങൾ കുറേ നാളുകളായി മലയാള ചലച്ചിത്ര മേഖലയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഗുണ്ടാ ബന്ധങ്ങളും ലഹരി സംഘങ്ങളുമായുള്ള ചങ്ങാത്തവും പലരെയും വിവാദ താരങ്ങളാക്കും. കൊച്ചിയിലെ ബാറിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് നടി ലക്ഷ്മി മേനോന്റെ ഗുണ്ടാ സൗഹൃദങ്ങൾ ചർച്ചയായത്. നടിയും ക്രിമിനൽ സംഘങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? എങ്ങനെയാണ് ലക്ഷ്മി മേനോൻ ഇവരുമായി സൗഹൃദത്തിലായത്? കൊച്ചിയിലെ ബാർ ആക്രമണത്തിന് നേതൃത്വം നൽകിയ മിഥുൻ സ്വർണ്ണ കവർച്ചാ കേസിലും പ്രതിയെന്ന് വിവരം. പോലീസ് അറസ്റ്റ് ചെയ്ത പറവൂർ സ്വദേശി മിഥുൻ 2023 തൃശ്ശൂരിൽ നടന്ന സ്വർണ്ണ കവർച്ചാ കേസിലെ മുഖ്യപ്രതിയാണ്. അതേസമയം നടി ലക്ഷ്മി മേനോനെ ആവശ്യമെങ്കിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനാണ് പോലീസ് നീക്കം. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളുടെയും ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് പറവൂർ സ്വദേശിയായ മിഥുന്റെ മറ്റു കേസുകളും ശ്രദ്ധയിൽപ്പെടുന്നത്. 2023 തൃശൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണ കവർച്ച കേസാണ് ഇതിൽ ഏറ്റവും പ്രധാനം. തൃശൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാതാക്കളിൽ നിന്ന് 244 ഗ്രാം ആഭരണങ്ങളാണ് മിഥുന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിയെടുത്തത്. കോഴിക്കോട് സ്വർണ്ണാഭരണങ്ങൾ വിതരണം ചെയ്യാൻ കൊണ്ടുപോവുകയായിരുന്ന വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയാണ് കവർച്ച നടത്തിയത്. ഈ കേസിൽ ഇപ്പോൾ ഇയാൾ ജാമ്യത്തിലാണ്. മിഥുന്റെ മറ്റ് കേസുകളും കൊട്ടേഷൻ സംഘം എന്ന നിലയിലുള്ളതാണ്. ഇയാൾക്ക് നടി ലക്ഷ്മി മേനോനുമായി നേരിട്ട ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല. ബാർ ആക്രമണ കേസിൽ അറസ്റ്റിലായ 3 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. മറ്റു പ്രതികളായ അനീഷിനെയും സോനയും കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. അതേസമയം നടി ലക്ഷ്മി മേനോനെ സെപ്റ്റംബർ 18 കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യുന്നതിന് ഇത് തടസ്സമല്ല. കേസന്വേഷണത്തിന് ആവശ്യമെങ്കിൽ നോട്ടീസ് നൽകി ഇവരെ വിളിപ്പിക്കുന്ന കാര്യം പോലീസ് ആലോചിക്കുകയാണ്. ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരനെതിരെ ഇവർ ഉയർത്തിയ ആരോപണങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബാനർജി റോഡിലെ ബാറിൽ വെച്ചുണ്ടായ സംഘർഷത്തിന് പിന്നാലെ കാറിനെ പിന്തുടർന്നെത്തി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നായിരുന്നു IT ജീവനക്കാരന്റെ പരാതി. എന്നാൽ ഇയാൾ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നും മോശമായി പെരുമാറിയെന്നുമാണ് ലക്ഷ്മി മേനോൻ
മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. സുഹൃത്തുക്കൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും കച്ചവടവും ഉണ്ടായാൽ ചെറിയൊരു തർക്കം മതി ആ ബന്ധങ്ങളിൽ വിള്ളൽ വീണാൻ. കൂട്ടുകാർ പരസ്പരം പിണങ്ങിയാൽ അത് വലിയ ശത്രുതയ്ക്കും പകവിട്ടലിനും വരെ കാരണമാകാം. എറണാകുളം കളമശ്ശേരിയിൽ യുവാവിനെ സുഹൃത്തുക്കൾ ചേർന്ന് കുത്തി കൊലപ്പെടുത്തിയത് സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ്. ഞാറക്കൽ സ്വദേശി വിവേകിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. കളമശ്ശേരി സുന്ദരിഗിരിക്ക് സമീപം യുവാവിൻ്റെ വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ചാണ് കൊല നടന്നത്. കേസിൽ സനോജ്, പ്രസാദ്, ജോയൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാറക്കൽ സ്വദേശി 25-കാരനായ വിവേകാണ് കൊല്ലപ്പെട്ടത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. സംഭവത്തിൽ സനോജ്, പ്രസാദ്, ജോയൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സനോജും പ്രസാദും വൈകിട്ട് വിവേകിന്റെ വീട്ടിലെത്തി തർക്കമുണ്ടായിരുന്നു. പിന്നീട് തിരിച്ചുപോയ ഇവർ രാത്രി 11:30 വീണ്ടും എത്തി വീട്ടിൽ നിന്നും വിവേകിനെ വിളിച്ചിറക്കി സംസാരിച്ചു. ഇതിനിടെ ഒരാൾ കത്തിയെടുത്ത് വിവേകിനെ കുത്തുകയായിരുന്നു. വലതു നെഞ്ചിന്റെ ഭാഗത്താണ് കുത്തേറ്റത്. ഇതോടെ പ്രതികൾ സ്ഥലം വിടുകയും ചെയ്തു. വിവേകിന്റെ നിലവിളി കേട്ട് അച്ഛൻ വിനോദും അയൽക്കാരും ഓടിയെത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പുലർച്ചെ 1:30 മരിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട വിവേകും പ്രതികളും സുഹൃത്തുക്കളായിരുന്നു. സനോജിന്റെ വാഹനം വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയായിരുന്നു തർക്കമെന്ന് പോലീസ് പറയുന്നു. സനോജും പ്രസാദും മാത്രമാണ് പ്രതികളെന്നാണ് ആദ്യം കരുതിയിരുന്നത്. ജോയലും കുറ്റകൃത്യം നടന്ന സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കൊലപാതകത്തിന് പിന്നിലെ കൃത്യമായ കാരണം കണ്ടെത്താൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് 18 കളമശ്ശേരി. 2019 മാർച്ച് മാസം കോവിഡ് വ്യാപനം കാരണം സംസ്ഥാനത്തെമ്പാടും ലോക്ക്ഡൌൺ ആണ്. നാട്ടുകാരെല്ലാം പുറത്തിറങ്ങാൻ ഭയപ്പെട്ടിരുന്ന സമയത്താണ് ലഹരി മാഫിയ നാട്ടിൽ പിടിമുറുക്കിയത്. മദ്യം പോലും കിട്ടാതിരുന്ന സമയത്ത് ചെറുപ്പക്കാർ ലഹരി തേടി പുറത്തിറങ്ങി. അക്കാലയളവിലാണ് കോഴിക്കോട് വെസ്റ്റിഹിലിൽ നിന്ന് വിജിൽ എന്ന യുവാവിനെ കാണാതായത്. വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ ഉടൻ വരുമെന്നായിരുന്നു സുഹൃത്തുക്കളുടെ മറുപടി. പിന്നീട് കൂട്ടുകാരുടെ പെരുമാറ്റത്തിലടക്കം തോന്നിയ അസ്വാഭാവികതയാണ് സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയത്. ബ്രൗൺ ഷുഗർ അമിത അളവിൽ കുത്തിവെച്ചതിനെ തുടർന്നാണ് വിജിൽ മരിച്ചതെന്നും സംഭവം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തിയെന്നുമാണ് പ്രതികളുടെ മൊഴി. യുവാവിൻ്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. വിജിലിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സരോവരത്തിന് സമീപത്തെ ചതുപ്പ് നിലത്തിൽ തിരച്ചിൽ ആരംഭിച്ചത്. മഴ ശക്തമായതോടെ മണ്ണ് നീക്കം ചെയ്യുന്നത് ദുഷ്കരമാണ്. തെരച്ചിലിനായി മണ്ണുമാന്തി യന്ത്രവും കൊച്ചിയിൽ നിന്നെത്തിയ കടാവർ നായകളെയും ഉപയോഗിക്കുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രം ചതുപ്പിന്റെ ഭാഗത്തേക്ക് എത്തിക്കാനായി മണ്ണിട്ട് റോഡും ഉണ്ടാക്കുന്നുണ്ട്. സ്ഥലത്ത് വെള്ളം നിറഞ്ഞതിനാൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാനാണ് പോലീസിന്റെ ശ്രമം. അടുത്ത ദിവസങ്ങളിലും മഴ തുടർന്നാൽ തിരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കും. കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ദിവസം വൈകുന്നേരത്തോടെ മൃതദേഹഭാഗങ്ങൾ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. പ്രതികളുടെ കസ്റ്റഡി കാലാവധി വെള്ളിയാഴ്ച കഴിയും. മഴ മാറി കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തെരച്ചിൽ നടത്തുമെന്ന് എലത്തൂർ പോലീസ് അറിയിച്ചു. മൃതദേഹഭാഗങ്ങൾ ലഭിച്ചാൽ മാത്രമേ പോലീസിന് DNA പരിശോധന പോലുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ. ആറു വർഷം മുമ്പ് മയക്കുമരുന്ന് ഉപയോഗത്തിനിടെ മരിച്ച എലത്തൂർ സ്വദേശിയായ വിജിലിന്റെ മൃതദേഹം സുഹൃത്തുക്കൾ രഹസ്യമായി കുഴിച്ചുമൂടിയെന്നാണ് കേസ്.
ന്യൂസ് 18 കോഴിക്കോട്. മക്കൾ വളർന്നു വലുതായി ഒരു ജോലിയൊക്കെ സ്വന്തമാക്കിയാൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയൊക്കെ തീരുമെന്നാണ് പല മാതാപിതാക്കളുടെയും കണക്കുകൂട്ടൽ. എന്നാൽ ചില വീടുകളിൽ മക്കൾ അച്ഛനമ്മമാർക്ക് വലിയ ബാധ്യതയായി തീരാറുണ്ട്. വലിയ പണം മുടക്കി വിദേശത്ത് വിട്ടാലും അവർ തിരികെ പോരുന്നത് കുടുംബത്തിനാകെ കണ്ണീരാകും. ഒടുവിൽ കൂട്ട ആത്മഹത്യയെക്കുറിച്ച് പോലും പലരും ചിന്തിക്കാം. കാസർഗോഡ് അമ്പലത്തറയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിലും സാമ്പത്തിക ബാധ്യതയെന്നാണ് വിവരം. അമ്പലത്തറ സ്വദേശി ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത്. മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രഞ്ജേഷ് വിദേശത്തു നിന്നും ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നതും സാമ്പത്തിക പ്രശ്നങ്ങളും ഇവരെ അലട്ടിയിരുന്നുവെന്നാണ് വിവരം. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കളായിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൂട്ട ആത്മഹത്യ ചെയ്തു. ഒണ്ടാംപുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത്. ഇളയ മകൻ രാകേഷ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ്. ചെമ്മൻകോട്ട് സ്റ്റേഷനറി കട നടത്തുകയായിരുന്ന ഗോപി കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. പുലർച്ചെ ആസിഡ് കുടിച്ച ഇവർ വിവരം നാട്ടുകാരെ അറിയിച്ചിരുന്നു. പിന്നീട് അവശനിലയിൽ കണ്ടെത്തിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗോപി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഭാര്യ ഇന്ദിരയെയും മകൻ രഞ്ജേഷിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രഞ്ജേഷ് വിദേശത്തു നിന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അമ്പലത്തറ പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. പോളിടെക്നിക് വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും കാല് പിടിപ്പിക്കുന്ന സഹപാഠികൾ. പിന്നീട് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്നവർ. എറണാകുളം പിറവത്തെ ഒരു പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളാണ് തെരുവ് ഗുണ്ടകളെപ്പോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ 5 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. 1ാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥി വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസിൽ പോലീസും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ റാഗിംഗ് അല്ലെന്നും ക്ലാസ്സിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്നുമാണ് സൂചന. പിറവം പാമ്പാക്കുടയിലെ പോളിടെക്നിക് കോളേജിൽ പഠിക്കുന്ന 1ാം വർഷ വിദ്യാർത്ഥിയെ സഹപാഠികളുടെ സംഘം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. പിന്നീട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഇവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്യുന്നതും തള്ളിയിടുന്നതും പിന്നീട് 3 പേരുടെ കാലു പിടിപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കോലഞ്ചേരി ഭാഗത്തെ റോഡിൽ ഒരാഴ്ച മുൻപാണിത് അരങ്ങേറിയത്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെന്നും സീനിയർ വിദ്യാർത്ഥികൾക്ക് അക്രമത്തിൽ പങ്കില്ലെന്നും വന്നതോടെ സംഭവം റാഗിംഗ് അല്ലെന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. 1ാം വർഷ ക്ലാസ്സിലെ കുട്ടികൾക്കിടയിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി നിലനിൽക്കുന്ന തർക്കവും വഴക്കുമാണ് കാലുപിടിപ്പിക്കലിൽ കലാശിച്ചത്. അതിക്രമത്തിനിരയായ വിദ്യാർത്ഥിയും വീട്ടുകാരും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം നടത്തിയ കോളേജ് അധികൃതർ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി പ്രിൻസിപ്പൽ അറിയിച്ചു. റാഗിംഗ് അല്ലെന്നാണ് കോളേജിലെ ആന്റി റാഗിംഗ് സമിതി റിപ്പോർട്ട് നൽകിയതെന്നും പരാതിക്കാരില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ലെന്നുമാണ് രാമമംഗലം പോലീസിന്റെ നിലപാട്.
ന്യൂസ് 18 കൊച്ചി. സ്കൂളുകളിലും കോളേജുകളിലും ആഘോഷങ്ങൾ പരമാവധി കളറാക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കാറുണ്ട്. മറ്റു കോളേജുകളിൽ നിന്ന് ഓണാഘോഷം എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന് കരുതിയാണ് മൂവാറ്റുപുഴ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ KSRTC ബസ് വാടകയ്ക്കെടുത്തത്. എന്നാൽ ബസ്സിലെ ഓണാഘോഷം വിവാദമായെന്ന് മാത്രമല്ല, KSRTC അധികൃതരും കോളേജും വിദ്യാർത്ഥികളുമൊക്കെ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ബസ്സിൻ്റെ ഫുട്ബോർഡിൽ പെൺകുട്ടികളടക്കം നിന്നുകൊണ്ടായിരുന്നു യാത്ര. കുട്ടികളുടേത് അപകടയാത്രയായിരുന്നുവെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും വിമർശനമുണ്ട്. ബസ്സിന് പുറമെ കാറുകളുടെ ഡോറുകളിലും ബോണറ്റിലും വിദ്യാർത്ഥികളിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി KSRTC ബസ് വാടകയ്ക്കെടുത്തായിരുന്നു മൂവാറ്റുപുഴ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഓണാഘോഷയാത്ര നടത്തിയത്. അപകടകരമായ രീതിയിൽ നടത്തിയ യാത്ര സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വാടകയ്ക്കെടുത്ത KSRTC ബസ്സിന് പുറമെ കാറുകളും SUVകളുമായിട്ടായിരുന്നു സാഹസിക യാത്ര. ബസ്സിനൊപ്പം കാറുകളും SUV വാഹനങ്ങളും കൂട്ടമായി പോയി. വിദ്യാർത്ഥികൾ ബസ്സിൻ്റെ ചവിട്ടുപടിയിലും ജനലുകളിലും ഇരുന്നും നിന്നുമാണ് യാത്ര ചെയ്തത്. ചിലർ തല ജനാലയ്ക്ക് പുറത്തേക്ക് നീട്ടി അപകടകരമായ രീതിയിൽ നിന്നു. ബസ്സിൻ്റെ വാതിലടയ്ക്കാതെ തന്നെ യാത്ര തുടരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാറുകളുടെയും SUV വാഹനങ്ങളുടെയും ഡോറുകളിലും ബോണറ്റിലും വിദ്യാർത്ഥികൾ ഇരിക്കുന്നതും വീഡിയോയിൽ കാണാം. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ KSRTC ജീവനക്കാരുടെ പങ്കും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം അപകടകരമായ യാത്ര അവർ അനുവദിച്ചത് എങ്ങനെയെന്ന് വ്യക്തമല്ല. നിയമലംഘനത്തിന് സാധ്യതയുള്ള നടപടിയാണ് വിദ്യാർത്ഥികൾ നടത്തിയതെന്നാണ് പൊതുവിലയിരുത്തൽ. മോട്ടോർ വാഹന വകുപ്പ് മുൻപ് നിരവധി പ്രാവശ്യം സ്വകാര്യ വാഹനങ്ങളിൽ നടക്കുന്ന ഇത്തരം അപകടയാത്രകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കൽ, വാഹനങ്ങളുടെ പെർമിറ്റ് പിടിച്ചെടുക്കൽ, പിഴ എന്നിവയാണ് പതിവ് നടപടി. എന്നാൽ KSRTCക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. ന്യൂസ് 18 കൊച്ചി. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർ അതീവ ജാഗ്രത പുലർത്തേണ്ടവരാണ്. ഈ നാടിന് മാത്രമല്ല, പോലീസ് സ്റ്റേഷനും ജയിലിലും കാവൽ നിൽക്കേണ്ട ചുമതലയും അവർക്കുണ്ട്. അങ്ങനെയുള്ള പോലീസുകാർ രാത്രിയിൽ ഉറങ്ങിയാലുള്ള അവസ്ഥ എന്താകും? രാത്രി ഡ്യൂട്ടിക്കിടെ ഉറങ്ങിയതിനാണ് കണ്ണൂർ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് പണി കിട്ടിയത്. CPOമാരായ പ്രശാന്ത്, മുസമിൽ, നിധിൻ എന്നിവരെ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റി. തളിപ്പറമ്പ് DYSP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ റൂറൽ SP-യാണ് നടപടി സ്വീകരിച്ചത്. ലോക്കപ്പിൽ പ്രതികളുണ്ടായിരിക്കെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉറങ്ങിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ CPOമാരായ K പ്രശാന്ത്, VC മുസമിൽ, V നിതിൻ എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. തളിപ്പറമ്പ്, ആലക്കോട്, കുടിയാൻമല സ്റ്റേഷനുകളിലേക്കാണ് ഇവരെ മാറ്റിയത്. ഈ മാസം 17 പുലർച്ചെ തളിപ്പറമ്പ് DYSP KE പ്രേമചന്ദ്രൻ സ്റ്റേഷനിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഉറങ്ങിയവരെ കൈയോടെ പിടിച്ചത്. DYSP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ റൂറൽ SP-യാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉറങ്ങിയെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഉറങ്ങിപ്പോയതെന്ന് പോലീസുകാർ പറയുന്നു. സംഭവത്തിൽ DYSP അന്വേഷണം നടത്തിയിരുന്നു. സ്റ്റേഷനിലെ ലോക്കപ്പിൽ പ്രതികളുണ്ടായിരിക്കെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ ഉറങ്ങിയത് ഗുരുതര കൃത്യവിലോപമാണെന്ന് വ്യക്തമാക്കിയാണ് നടപടി. ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ ആകെ സിസ്റ്റം തകരാറിലാണ്.
തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവിനെ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവമായി എങ്ങനെ കാണാൻ കഴിയും? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന ഒരു യുവതിയെക്കുറിച്ച് കേട്ടു. കാട്ടാക്കട സ്വദേശിനിയായ സുമയ്യ എന്ന യുവതിയാണ് ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ സർജിക്കൽ ട്യൂബ് കുടുങ്ങിയതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത്. 50 സെന്റിമീറ്റർ നീളമുള്ള ട്യൂബ് കുടുങ്ങിയെന്നാണ് യുവതിയുടെ പരാതി. വീഴ്ച സംബന്ധിച്ച് ഡോക്ടർ രാജീവ് കുമാർ രോഗിയുടെ ബന്ധുവുമായി സംസാരിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു. സംഭവത്തിൽ DMO റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മാർച്ച് 22 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് സംബന്ധമായ അസുഖത്തിന് സുമയ്യ ചികിത്സ തേടിയത്. ഡോക്ടർ രാജീവ് കുമാറാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നുകളും നൽകാനായി സെൻട്രൽ ലൈൻ ഇട്ടു. ഇതിന്റെ ഗൈഡ് വയറാണ് നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ വയർ നീക്കം ചെയ്തിരുന്നില്ല. വിട്ടുമാറാത്ത ശ്വാസമുട്ടലിനെ തുടർന്ന് സുമയ്യ മറ്റൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോഴാണ് ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്ന കാര്യം അറിയുന്നത്. ഇതിനിടെ ചികിത്സാ പിഴവ് സംബന്ധിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ ശബ്ദരേഖ പുറത്തുവന്നു. രോഗിയുടെ ബന്ധുവുമായുള്ള സംഭാഷണത്തിൽ തെറ്റുപറ്റിയതായി ഡോക്ടർ രാജീവ് കുമാർ സമ്മതിക്കുന്നുണ്ട്. നഷ്ടം നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം വലിയൊരു ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമില്ല, ഇട്ടത് നമ്മുടെ ഇതില് കിടന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അവിടെ നിന്ന് സംസാരിച്ച് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ നമുക്കാണ് പ്രശ്നം. രണ്ടാമത് ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? ഡോക്ടേഴ്സിനാണോ എല്ലാവർക്കും പ്രശ്നം? എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. എല്ലാം ചെക്ക് ചെയ്ത് എവിടുന്നാണ് പറ്റിയെന്ന് ഇത് നോക്കി എല്ലാ എല്ലാ സാധനം നോക്കിയിട്ട് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചാലെങ്കിലും ആരാണ് ചെയ്തത് അവരാണ് കുറ്റക്കാരൻ. എന്തായാലും നമ്മള് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറ്റക്കാരാരാണെന്നുള്ളത് നമ്മൾ കണ്ടെത്താലോ. നിയമപരമായിട്ട് പോയി ഇപ്പൊ മീഡിയാസൊക്കെ വിളിക്കാലോ. ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ പറ്റൂ. എക്സ്റേ പരിശോധനയിൽ ധമനികളോട് ഒട്ടിപ്പോയതായി കണ്ടെത്തി. ഇനി ശസ്ത്രക്രിയ നടത്തി ട്യൂബ് പുറത്തെടുക്കാനാകില്ലെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചത്. ഈ റിപ്പോർട്ട് വീണ്ടും ശ്രീചിത്രയിൽ കാണിച്ചപ്പോഴാണ് പറയുന്നത് ഇത് എടുക്കാൻ പറ്റത്തില്ല, ഇത് ഒട്ടിപ്പോയി, രക്തക്കുഴലിനകത്ത് ഇത് ഒട്ടിപ്പോയി, ഇതിന്റെ പുറത്ത് കൂടെ ഒരു കോട്ടിങ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാർട്ടിലായിട്ട് സൈഡിൽ ചെറുതായിട്ട് ഒട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഹാർട്ടിന് ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ അത് പിന്നെ വലിയൊരു മേജർ സർജറിയൊക്കെ ആ സമയത്ത് ചെയ്യേണ്ടി വരും. ഇപ്പം ഇത് കിടക്കണോണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. സുമയ്യക്ക് കൃത്യമായിട്ട് ഈ സർജറി വീണ്ടും ചെയ്യേണ്ടി വന്നാൽ അതിനുള്ള മുഴുവൻ തുകയും ഈ പറഞ്ഞ രാജീവ് ഡോക്ടറും നിലവിൽ സർക്കാരൊക്കെ വഹിക്കേണ്ടതുണ്ട്. നഷ്ടപരിഹാരം കൃത്യമായിട്ട് ഈ സുമയ്യക്ക് കൊടുക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ളത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ വിഷയത്തിൽ ജനറൽ ആശുപത്രി അധികൃതരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വീട്ടിലെ ജോലിക്കാരെ അമിതമായി വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. ജോലിക്കാരെ വീട് ഏൽപ്പിച്ച് പുറത്തു പോകുകയും വീടിൻ്റെ താക്കോൽ വരെയും കൊടുക്കുകയും ചെയ്യുന്നവരെ കാണാം. എന്നാൽ ആ വിശ്വാസം മുതലെടുക്കുന്ന ചില ആളുകളുണ്ട്. കൊല്ലം കൊട്ടിയത്ത് വീടിനുള്ളിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 25 പവൻ സ്വർണം കവർന്ന കേസിൽ പിടിയിലായത് വീട്ടുജോലിക്കാരിയാണ്. കൊല്ലം സ്വദേശിനി നിർമ്മലയെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പോലീസ് കുടുക്കിയത്. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ യാതൊരു തുമ്പും ലഭിക്കാതിരുന്ന കേസിൽ പിന്നീട് പോലീസ് വെച്ച CCTVയാണ് വീട്ടുജോലിക്കാരിക്ക് കുരുക്കായത്. കൊട്ടിയം സ്വദേശിനി ഷിജി യേശുദാസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പിടിയിലായ നിർമ്മല ഇവരുടെ വീടിന് സമീപമുള്ള മറ്റൊരു വീട്ടിലാണ് നേരത്തെ ജോലി ചെയ്തിരുന്നത്. ഷിജിയുമായി സൗഹൃദത്തിലായതോടെ 3 മാസത്തിനു മുമ്പ് ഇവരുടെ വീട്ടിലേക്ക് മാറി. തുടർന്നായിരുന്നു 25 പവൻ സ്വർണം കാണാതെ പോയത്.
30-31 കൊട്ടിയം പോലീസിൽ ഷിജി പരാതി നൽകി. സംശയത്തെ തുടർന്ന് നിർമ്മലയെ ചോദ്യം ചെയ്തെങ്കിലും യാതൊരു തുമ്പും കിട്ടിയില്ല. തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം അടുക്കള ഭാഗത്ത് കുറച്ച് പണം വയ്ക്കുകയും അവിടെ ഒളിക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. പണം കാണാതെ വന്നതോടെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് നിർമ്മല മോഷണം നടത്തുന്നതായി കണ്ടത്. ഇതോടെ കൊട്ടിയം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നിർമ്മലയെ അറസ്റ്റ് ചെയ്തത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ 8 പവനോളം സ്വർണം കൊല്ലം കോട്ടമുക്കിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 4 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചതായി പ്രതി സമ്മതിച്ചു. ബാക്കിയുള്ള സ്വർണം എവിടെയാണെന്ന് നിർമ്മല വ്യക്തമാക്കിയിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ ബാക്കി സ്വർണം കണ്ടെടുക്കാനാവുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മുടെ നാട്ടിലെ പല കച്ചവടക്കാരും കടയുടെ ഷട്ടർ അല്പം താഴ്ത്തിയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പുറത്തു പോകുന്നത്. എന്നാൽ ഇക്കാലത്ത് ആരെയും അങ്ങനെ വിശ്വസിക്കരുത് കേട്ടോ. കട ഉടമ സ്ഥിരമായി ഇങ്ങനെ പോകുന്നത് ശ്രദ്ധിച്ച് കവർച്ച നടത്തുന്നവരുണ്ട്. കോഴിക്കോട് മുക്കം മാർക്കറ്റിൽ കടയിൽ നിന്നും പട്ടാപ്പകൽ പണം മോഷ്ടിച്ചത് ഉടമ പുറത്തുപോയ സമയത്താണ്. കേസിൽ 4 ആഴ്ചയ്ക്ക് ശേഷം പോലീസ് പ്രതിയെ പിടികൂടി. എറണാകുളം ആമ്പലൂർ സ്വദേശി മുഹമ്മദ് നാഫിലിനെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 31 ഉച്ചയ്ക്ക് 2 മണിയോടെ മുക്കം മാർക്കറ്റിലെ കോഴിത്തീറ്റ വിൽക്കുന്ന മുബാവ് ട്രേഡേഴ്സിലായിരുന്നു മോഷണം. സംഭവത്തിൽ എറണാകുളം ആമ്പല്ലൂർ സ്വദേശി മുഹമ്മദ് നാഫിലിനെയാണ് മുക്കം പോലീസ് പിടികൂടിയത്. കടയിലെ ജീവനക്കാർ ഉച്ചഭക്ഷണം കഴിക്കാൻ ഷട്ടർ പകുതി താഴ്ത്തിപ്പോയ സമയത്താണ് നാഫിൽ കടയിൽ കയറി 8000-ഓളം രൂപ മോഷ്ടിച്ചത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കടയുടമ CCTV ദൃശ്യം സഹിതമാണ് മുക്കം പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ എറണാകുളം മുളന്തുരുത്തിൽ നിന്ന് പിടികൂടിയത്. ഇയാളെ മോഷണം നടന്ന കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. SI ആന്റണി ക്ലേറ്റസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീസ്, രാകേഷ്, അനസ്, രാജേഷ് മണാശ്ശേരി, ബിനോയ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 മുക്കം. സംസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷനുകളും തിരക്കുള്ള സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘങ്ങളുണ്ട്. തൃശൂർ കേച്ചേരി സ്വദേശി മുരളി, പട്ടാമ്പി സ്വദേശി സുജിത് എന്ന സുധി എന്നിവർ ഇങ്ങനെയുള്ള സ്ഥിരം കവർച്ചക്കാരാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രക്കാരൻ്റെ മൊബൈൽ ഫോൺ കവർന്ന കേസിൽ 2 പ്രതികളെയും മണിക്കൂറുകൾക്കുള്ളിൽ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ മറ്റൊരു കവർച്ചാ കേസിലും തുമ്പുണ്ടായിട്ടുണ്ട്. ഇരുവരും നിരവധി കേസുകളിലെ പ്രതികളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിന് മുൻവശത്ത് നിൽക്കുകയായിരുന്ന കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം സ്വദേശിയായ രാധാകൃഷ്ണന്റെ 20,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണാണ് പ്രതികൾ മോഷ്ടിച്ചത്. തുടർന്ന് രാധാകൃഷ്ണൻ റെയിൽവേ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ക്യാമറകൾ പരിശോധിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ പരിശോധിച്ചപ്പോൾ മറ്റൊരു ഫോണും കണ്ടെത്തി. ഈ ഫോൺ പഴയന്നൂർ സ്വദേശിയിൽ നിന്നും മോഷ്ടിച്ചതാണ് എന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. ഇരുവർക്കുമെതിരെ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട്. ഇൻസ്പെക്ടർ അനിൽ മാത്യു, ASI സുരേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുഗീർത്തകുമാർ, അബ്ദുൾ മജീദ്, RPF ഇൻസ്പെക്ടർ ദീപക്, ASI ഷിജു എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി.
പള്ളികളും ക്ഷേത്രങ്ങളും മാത്രം കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘങ്ങൾ നാട്ടിൽ സജീവമാണ്. കോഴിക്കോട് നാദാപുരത്തും ഇടുക്കി മൂന്നാറിലും ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. നാദാപുരം അമ്പലപ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. മൂന്നാറിൽ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്തയാളാണ്. നാദാപുരം വാണിമേൽ അമ്പലപ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം അപഹരിച്ചിട്ടുണ്ട്. 3 അംഗ സംഘമാണ് ക്ഷേത്രത്തിൽ മോഷണം നടത്തിയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ കോഴിക്കോട് വളയം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇടുക്കിയിൽ അരുവിക്കാട് മാരിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിലാണ് പ്രതികൾ പിടിയിലായത്. ഈ മാസം 18-ന് രാത്രിയിലായിരുന്നു മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ പൂട്ട് തകർത്ത് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 4 പവൻ സ്വർണമാലയും പഴയകാല നാണയങ്ങളും പണവുമായിരുന്നു കവർന്നത്. കേസിൽ കുണ്ടള സാന്റോസ് നഗറിൽ ഗൗതം, പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവരാണ് അറസ്റ്റിലായത്. അവിടെ നിന്നും ഏതാണ്ട് 1.5 പവന്റെ സ്വർണം, അതോടൊപ്പം തന്നെ 20,000 രൂപ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. തുടർന്ന് പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരവേ പ്രതി മൂന്നാർ ടൗണിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും പ്രതിയിൽ നിന്നും മോഷണ മുതലുകൾ കണ്ടെടുത്തിട്ടുള്ളതുമാണ്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ദേവികുളം അരുവിക്കാട് അമ്മൻ കോവിലിൽ നിന്നും മോഷണം നടത്തിയിട്ടുള്ളതായി വെളിവായിട്ടുള്ളതും ആ മോഷണ മുതലുകൾ റിക്കവർ ചെയ്തിട്ടുള്ളതുമാണ്. പ്രതിയുടെ സാന്റോസ് കോളനിയിലുള്ള ഗൗതം, ഏജ് 20 പ്രതി മുൻപ് മോഷണ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഇപ്പൊ പ്രതിയുടെ അനിയൻ ജുവനയിലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതും. മൂന്നാർ ടൗണിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. നേരത്തെ കുണ്ടളയിലെ വീട്ടിൽ നിന്ന് 1.5 പവൻ സ്വർണവും 20,000 രൂപയും കവർന്ന കേസിലും ഇവർ പ്രതികളാണ്. ഗൗതമിനെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പ്രതിയെ തൊടുപുഴ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കി. ന്യൂസ് 18 കോഴിക്കോട്, ഇടുക്കി. ഇടുക്കിയിൽ ഇലക്ട്രിക് ഏലക്ക ഡ്രയറിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയതായി പരാതി. വയോധികരായ ദമ്പതികൾക്ക് 6 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടു. ഉപയോഗയോഗ്യമല്ലാത്ത ഉപകരണം മൂലമുണ്ടായ നഷ്ടത്തിനൊപ്പം മാസങ്ങളോളം സംരംഭം പ്രവർത്തിക്കാനാകാത്തതിനാൽ നഷ്ടം ഇരട്ടിയാണ്. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെടുങ്കണ്ടം ചെമ്മണ്ണാർ സ്വദേശികളായ വെട്ടുകാട്ടിൽ ടോമി ജോർജും ഭാര്യ സെലിനുമാണ് പരാതിക്കാർ. കർഷകരായ ഇവർ വർഷങ്ങളായി ഏലക്ക ഉണക്കുന്ന ഡ്രയറും നടത്തുന്നുണ്ട്. വിറക് ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന ഡ്രയറിന് പകരമായി കഴിഞ്ഞ വർഷമാണ് ഇലക്ട്രിക് ഡ്രയർ സ്ഥാപിച്ചത്. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഗ്രോ 3 സ്റ്റാർ എന്ന കമ്പനിയുടെ ഉപകരണമാണ് വാങ്ങിയത്. എന്നാൽ ഏലക്ക കൃത്യമായ അനുപാതത്തിൽ ഇതിൽ ഉണക്കിയെടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പരാതി. 6,19,000 രൂപ യൂണിയൻ ബാങ്കിൽ നിന്ന് ലോൺ ഉള്ളതാണ് വ്യവസായ വകുപ്പിൽ നിന്ന് അനുവദിച്ചത്. ആ ലോണും തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെ കണ്ടമാന സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇത് കൂടാതെ ഒരു 3 ഡ്രയറും കൂടെ ഈ നമ്മുടെ നെടുങ്കണ്ടത്തിൻ്റെ പരിസരങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. അത് 3ഉം പൊളിച്ചു. ഒരെണ്ണം പോലും പ്രയോജനകരമായ അവസ്ഥയിൽ ഇന്നില്ല. എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. അതിൽ ഒരെണ്ണം പൊളിച്ച് അവർ തടഞ്ഞിട്ടത് കൊണ്ട് അവരുടെ കാശ് ഇട്ടുകൊടുത്തു. ഞങ്ങളുടേത് കുറച്ച് പൈസ ബാങ്കിലേക്ക് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി പൈസ തന്നിട്ടില്ല. വ്യവസായ വകുപ്പിന്റെ സഹായത്തോടെ ബാങ്ക് വായ്പ തരപ്പെടുത്തി 6,19,500 രൂപ മുടക്കിയാണ് ഇവർ ഇലക്ട്രിക് ഡ്രയർ സ്ഥാപിച്ചത്. ഉപകരണം കൃത്യമായി പ്രവർത്തിക്കാതെ വന്നതോടെ കമ്പനി അധികൃതർ നേരിട്ടെത്തി ഉപകരണത്തിന്റെ ഭാഗങ്ങൾ അഴിച്ചുമാറ്റിവെക്കുകയും പ്രവർത്തന സജ്ജമല്ലെന്ന് വിലയിരുത്തുകയും ചെയ്തു. എന്നാൽ പണം ഇതുവരെയും പൂർണ്ണമായും മടക്കി നൽകാൻ കമ്പനി തയ്യാറായിട്ടില്ല. GST ഇനത്തിൽ നൽകിയ 1 ലക്ഷത്തോളം രൂപ മടക്കി നൽകില്ലെന്നാണ് കമ്പനിയുടെ നിലപാട്. സ്ഥാപനത്തിന്റെ പ്രവർത്തനം മാസങ്ങളോളം നിലച്ചതിനൊപ്പമാണ് ഈ തുകയും നഷ്ടമാകുന്ന സാഹചര്യമുള്ളത്. ബാങ്ക് വായ്പയുടെ തിരിച്ചടവായി മാസം തോറും 10,000 രൂപ വീതം ഇപ്പോഴും ഇവർ അടയ്ക്കുന്നുണ്ട്. ഉടുമ്പൻചോല, മാങ്ങാത്തൊട്ടി തുടങ്ങിയ വിവിധ മേഖലകളിലെ ഡ്രയർ ഉടമകൾ
ഇതേ കമ്പനിയുടെ ഉപകരണം വാങ്ങി സമാന തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പലർക്കും നാമമാത്ര പണം മാത്രമാണ് തിരികെ ലഭിച്ചത്. തട്ടിപ്പ് സംബന്ധിച്ച് ടോമിയും ഭാര്യ സെല്ലിനും വ്യവസായ വകുപ്പിനും പോലീസിനും പരാതി നൽകി. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം ബ്രഹ്മോസിൽ കരാർ ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശ് സ്വദേശി പിടിയിലായ ഗർമി പ്രണോബ് അനധികൃത കുടിയേറ്റക്കാരനെന്ന വിവരം. ഇയാളെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ചോദ്യം ചെയ്തു വരുന്നു. BJP കാലടി ഏരിയ വൈസ് പ്രസിഡന്റ് സതീഷിനെ തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. അക്കച്ചി മോനു എന്ന മിഥുൻ MS, കിറുക്കൻ രാഹുൽ എന്ന രാഹുൽ R, കഞ്ചാവ് വിഷ്ണു എന്ന വിഷ്ണു DK, പഴവുണ്ണി അപ്പൂസ് എന്ന നിതീഷ് എന്നിവരെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാധ്യക്ഷൻ പ്രതികരിച്ചു എന്ന വ്യാജ പ്രചാരണത്തിനെതിരെ സഭ പരാതി നൽകി. ഓർത്തഡോക്സ് വിശ്വാസ സംരക്ഷൺ എന്ന വ്യാജ പ്രൊഫൈലിനെതിരെയാണ് സൈബർ സെല്ലിൽ പരാതി നൽകിയത്. കോതമംഗലം ഊന്നുകലിലെ ശാന്ത കൊലക്കേസ് പ്രതി റിമാൻഡിൽ. അടിമാലി സ്വദേശി രാജേഷിനെയാണ് റിമാൻഡ് ചെയ്തത്.